ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലത്തെ ഷിഫ്റ്റാട്ടോ. ഇതാണ്ട് ആദ്യം തന്നെ ബൊഫേക്കുള്ള ഫ്രൂട്ട്സ് അങ്ങ് കട്ട് ചെയ്തു. പിന്നെ എന്നത്തെ പോലെ പപ്സും പിന്നെ ബ്രെഡ് ഐറ്റങ്ങളൊക്കെ അടിക്കാണ്ട്, അതുകൊണ്ട് അതിലേക്കുള്ള പരിപാടി കേട്ടോ. ആദ്യം തന്നെ വേണ്ട ഇത് പഫ്സിനുള്ള ഡോ കേട്ടോ, അതങ്ങ് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇതുകൂടി അതിൻ്റെ അടുത്ത് തന്നെ വലിയ മെഷീനകത്ത് ബ്രെഡിനുള്ളത് കൂടി റെഡിയാക്കുക. അതാണ്ട് നമ്മുടെ പഫിനുള്ള ഇത് റെഡിയായി. അതിനി എടുത്ത് ഷീറ്റ് ചെയ്യണം. ഇതുപോലാണ്ട് ഷീറ്റ് ചെയ്തെടുത്ത് അതിനകത്ത് 500 ഗ്രാം ബട്ടർ ഷീറ്റ് വെച്ച് അതാണ്ട് മെഷീനിലിട്ട് അങ്ങ് ഷീറ്റ് ചെയ്തെടുക്കുക. ഇതൊരു 3 ഫോൾഡ് ഷീറ്റ് ചെയ്തെടുത്ത് അത് കുറച്ച് നേരം ഞാൻ ഫ്രിഡ്ജിനകത്ത് മാറ്റി. അപ്പോഴത്തേക്കും നമ്മുടെ ബ്രെഡ് കൂടി റെഡിയാവും. ബ്രെഡിൻ്റെ ഡോ അതുകൂടി ബ്രെഡ് കൂടി റെഡിയാക്കും. എല്ലാം കട്ട് ചെയ്ത് ഒരു ബ്രെഡിന് 950 1 കിലോ അങ്ങനെയാണ് എടുക്കുന്നത് ഞങ്ങളിവിടെ. അതുപോലെ തന്നെ എല്ലാം അതിനകത്ത് ഒരു ദിവസം തന്നെ ഒരു 11 ബ്രെഡ് വെച്ചടിക്കും. അങ്ങനെ എല്ലാ ബ്രെഡും റെഡിയാക്കി അതിന് പ്രൂഫിങ്ങിന് വേണ്ടി അവിടെ വെക്കുക കുറച്ച് നേരം. അപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച പപ്സിൻ്റെ ഷീറ്റ് കൂടി അങ്ങ് ഷീറ്റ് ചെയ്ത് ഇവിടെ ഒരു 3 വെറൈറ്റി പഫ്സായിട്ട് ഉണ്ടാക്കുന്ന ഒരു മഷ്റൂം പഫ്, പിന്നെ ചിക്കൻ, പിന്നെ നമ്മുടെ ബീഫ്. അതിനുള്ള മെഷർമെൻറ്റിനുള്ള ഒരു ഇത് ഞാൻ നേരത്തെ എടുത്ത് വെച്ചു. ഇതൊക്കെയാണ് വേണ്ട മിക്സ്. എന്നിട്ട് നമുക്ക് ഓരോരോ ഫില്ലിംഗ് എടുത്ത് ഫില്ല് ചെയ്ത് അടുത്ത പരിപാടി തുടങ്ങാം. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കനാട്ടത്. ചിക്കൻ്റെ ഇവിടെ വലിയ ക്വാണ്ടിറ്റി ഒന്നുമില്ല. ആദ്യം ഒരു 3 വെച്ച് അറേഞ്ച് ചെയ്യുക. അത് സെയിലാവാണ്. അടുത്തത് സെയിലായ ശേഷം അടുത്തത് റെഡിയാക്കും. അപ്പോഴത്തേക്കും ഇങ്ങനെ വേണ്ട ഇത് ബീഫിൻ്റെതും എല്ലാത്തിനും ഓരോരോ ഷേപ്പായിട്ട്. ബീഫിൻ്റെതാണ് വേറെ ഷേപ്പ്, ചിക്കന് വേറെ, മഷ്റൂം വേറെ, അങ്ങനെ 3 വെറൈറ്റി ഷേപ്പ് ഉണ്ടാക്കി അതങ്ങ് ബേക്കിന് ഇടുക. ഇതൊരു 200 ഒരു 30 മിനിറ്റ് ഇടും. അപ്പോഴത്തേക്കും സെറ്റാവും കേട്ടോ. ഇതണ്ട ബേക്ക് ആയതിന് ശേഷമുള്ള ഇതാട്ടോ. അപ്പം എല്ലാ പഫും റെഡി ആയിരിക്കുക. ഇതിനി അറേഞ്ച് ചെയ്യണം. ഇത് നേരത്തെ അടിച്ച രാവിലെ തന്നെ ബ്രെഡ് റോള് കാര്യങ്ങളൊക്കെ, പിന്നെ ഇത് നേരത്തെ ബ്രെഡ്